മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനം അപകടത്തിൽപ്പെട്ടു. തിരുവനന്തപുരം വെഞ്ഞാറമൂടിന് സമീപത്ത് വച്ചാണ് വാഹനം അപകടത്തിൽപ്പെട്ടത്. കമാൻഡോ വാഹനത്തിന് പിറകെ ലോക്കൽ പോലീസിന്റെ വാഹനം ഇടിക്കുകയായിരുന്നു. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ അപകടം എപ്പോഴായിരുന്നു സംഭവിച്ചത്? മറ്റ് വിവരങ്ങളും കൂടി. ദേവിക, ഉച്ചയോടുകൂടിയാണ് അപകടം സംഭവിച്ചതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. കടക്കലെ ഒരു പൊതുപരിപാടി കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് മടങ്ങി വരികയായിരുന്നു മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തോടൊപ്പം തന്നെ ഈ ലോക്കൽ പോലീസിന്റെ വാഹനങ്ങളും ഒപ്പം ചേരാറുണ്ട്. അങ്ങനെ ഒപ്പം ചേരുകയും അടുത്ത പോലീസ് സ്റ്റേഷന്റെ പരിധി വരെ ഈ ലോക്കൽ പോലീസിന്റെ വാഹനമുണ്ടാകും. അടുത്ത പോലീസ് സ്റ്റേഷൻ കഴിയുമ്പോൾ ആ സ്റ്റേഷനിലെ വാഹനമായിരിക്കും പിന്നീട് ഈ അകമ്പടി വാഹനത്തിനൊപ്പം അടുത്ത പോലീസ് സ്റ്റേഷൻ വരെ ചേരുക. ഇങ്ങനൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇവിടേക്ക് പള്ളിക്കൽ പോലീസിന്റെ അകമ്പടി വാഹനം ആണ് ഉണ്ടായിരുന്നത്. ആ അകമ്പടി വാഹനം വെഞ്ഞാറമൂട് വരെ ഉണ്ടായിരുന്നു. അതിനിടയിൽ വെഞ്ഞാറമൂട് എത്തിയതിനു ശേഷം പള്ളിക്കൽ സ്റ്റേഷന്റെ അകമ്പടി വാഹനം മാറുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടാകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പള്ളിക്കൽ സ്റ്റേഷന്റെ പോലീസിന്റെ വാഹനത്തിൽ ചെറിയ പരിക്ക്, മുൻഭാഗം ചെറിയ ഇടിച്ചതായിട്ടും മുൻഭാഗം ഇളകിയതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് ലഭിക്കുന്നത്, പ്രാഥമികമായി വിവരം ലഭിക്കുന്നത്. എന്നാൽ കമാൻഡോ വാഹനങ്ങൾക്ക് യാതൊന്നും പറ്റിയിട്ടില്ല. മറ്റൊന്ന് എന്ന് പറയുന്നത് ആരുടെയും ഈ പരിക്ക്, അങ്ങനെ ഈ അപകടവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിക്കൊന്നും സംഭവിച്ചിട്ടുമില്ല, ആർക്കും പരിക്കുമില്ല. മുഖ്യമന്ത്രി അപ്പോൾ തന്നെ യാത്ര തുടരുകയും ചെയ്തു. എന്നാൽ ഈ വേഗതയാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് കാരണമെന്നും പറയുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പാണ് വാമനപുരത്ത് വെച്ച് സമാനമായ രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഒരു വാഹനം അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഒരു അപകടവും മുഖ്യമന്ത്രിയുടെ തന്നെ അകമ്പടി വാഹനം അപകടത്തിൽപ്പെടുന്നത്. കമാൻഡോ വാഹനത്തിന് പിന്നിലായിട്ട് മറ്റൊരു വാഹനം, പോലീസിന്റെ തന്നെ ലോക്കൽ പോലീസിന്റെ വാഹനം, ഇതിലാണ് അപകടം ഉണ്ടായത്. ശരി, ഡോക്ടർ പ്രശാന്ത് ശങ്കരമംഗലത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.